വെള്ളം നല്ല വരവാണല്ലോ. വരവായാലും സ്വർണ്ണമായാലും 2018 പോലെ ആകരുത്. ആ സുഗതനോ? കുളിക്കാൻ പോയായിരിക്കും അല്ലേ? കുളിക്കാൻ പോയല്ലേ മാമ, ഇന്ന് ബാഹുബലി അല്ലേ, ബലിയിടാൻ പോയതാ. ബാഹുബലി? ബാഹുബലി കണ്ടാ പിന്നെ വായിൽ അതേ വരത്തുള്ളൂ മാമ. ബാഹുബലി 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 ഇടാൻ വന്നതാ. നല്ല കാര്യം. ഇപ്പോഴത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുക്കത്തില്ല, മരിക്കുമ്പോഴേലും കൊടുക്കുമല്ലോ. അപ്പൊ എനിക്കിട്ട് താങ്ങിയതാ അല്ലയോ? എടാ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പൊതുവെ ഉള്ള കാര്യം പറഞ്ഞേ. എൻ്റെ ചന്ദ്രമാമ ബലിയിടാൻ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുതിയ എരിപ്പായിരുന്നു, ആരാണ്ട് അടിച്ചോളൂ. ചെരുപ്പില്ലാതെ അലഞ്ഞു കിടന്ന ഏതെങ്കിലും ആത്മാക്കൾ അടിച്ചോണ്ട് പോയായിരിക്കും. അത് പോട്ടെ സുഗത, മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛനെ വൃദ്ധസദനത്തിലും കണ്ട് കൊണ്ടിട്ടിരിക്കുമല്ലായിരുന്നു. അതിനാ കാര്യം എന്നറിയോ? രാവിലെ ഞാനും വൈഫും കൂടെ ജോലിക്ക് പോകും, പിള്ളേരാണ് സ്കൂളിൽ. ആഹാ, അതിനാണ് അച്ഛനെ വൃദ്ധനത്തിൽ കൊണ്ട് വിട്ടത്. വീട്ടിൽ ഞങ്ങളിൽ ആരും ഇല്ലെങ്കിൽ അച്ഛന് ഭയങ്കര ബോറടി. ശരണാലയത്തിലാവുമ്പോൾ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ എല്ലാവരും. അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട്സ് അവിടെ അച്ഛൻ സൂചിക്കുമല്ലായിരുന്നു. പന്നിമലപ്പ്, റമ്മി കളി, അച്ഛൻ്റെ സന്തോഷം കണ്ടായിരുന്നപ്പോൾ രോമാഞ്ചം വരിക. അല്ലാതെ അച്ഛൻ്റെ ഒരു ശല്യമായതുകൊണ്ടല്ല. ശല്യം വന്നു എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം അച്ഛനൊരു വെള്ളം കൂടി നടത്താം. ആയ കാലത്ത് പുള്ളിക്ക് ഇച്ചിരി വെള്ളം കൊടുത്തായിരുന്നെങ്കിലേ ഈ ഗതി വരത്തില്ലായിരുന്നു. അല്ല സുഗത, ഈ വെള്ളം കുടി എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരു ഗ്ലാസ് മദ്യം, കുറച്ച് ചിക്കൻ, ഇതെല്ലാം അച്ഛൻ്റെ ആത്മാവിൻ്റെ മുന്നിൽ വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അത്രയും. എടാ നീയല്ലേ ചിക്കൻ കട്ടുന്നെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ ഒരാഴ്ച പട്ടിണി കിട്ടത്. അത് പിന്നെ പ്രായമുള്ള അച്ഛനല്ലേ. ചിക്കൻ എങ്ങാണ് തിന്ന് അതിൻ്റെ എല്ല് തൊണ്ടേ കൊടുങ്ങി അച്ഛനെങ്ങാണ് മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരനെ വെച്ചേക്കുന്നു. ആ ഇനിയിപ്പം കുഴപ്പമില്ലല്ലോ അല്ലേ? നിന്റെയൊക്കെ ഒരു അഭിനയം. ആവുന്ന തൂരിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടോ? പിന്നെ മരിച്ചപ്പോൾ ഇതുപോലെ സ്നേഹം കാണിക്കുന്നത് എനിക്ക് അറപ്പാണ്. എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സമതലെത്തി പോകും. ഞാൻ ഇവിടുന്ന് പോവാം. ചന്ദ്രമാമ ഇവൻ ഏതാ? ഇവനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ഒരു ചാട പുറത്തുനിന്ന് ആളാന്ന് തോന്നില്ലയോ? പുറത്തുനിന്നല്ല, അകത്തുനിന്നാ. അകത്തുനിന്ന്? അതെ, ഒരു കൊലപാതക കേസിൽ അകത്തായിരുന്നു, പരോളിൽ ഇറങ്ങിയതാ. കൊലപാതക കേസിന് ആരെ കൊന്നിട്ട് അകത്ത് പോയി? ആരെയെന്നോ? സ്വന്തം അച്ഛനെ തല്ലി കൊന്നിട്ട് ജയിലിൽ പോയാരാ അവൻ. അപ്പൊ തമ്മിൽ ഭേദം തൊമ്മൻ തന്നെ.